السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പറയുന്നതിനെ കേൾക്കുന്നതിനെ ഒക്കെ പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ കർമ്മമായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ്. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകം അവസാനത്തോടടുക്കുമ്പോൾ ഈ ലോകത്ത് സംഭവിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകുകയുണ്ടായിട്ടുണ്ട്. 14 നൂറ്റാണ്ട് മുമ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നത്. ആ 14 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ജീവിക്കുന്ന കാലത്ത് നിന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ലോകാവസാനവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയുണ്ടായി. ഒരുപക്ഷെ നാം ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ നിന്ന് എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായിരുന്നു 6-ാം നൂറ്റാണ്ട്. ആധുനികമായി എന്ന് പറയാൻ യാതൊന്നും അവരുടെ കൈവശമുണ്ടായിരുന്നില്ല. ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ പോലും പ്രവാചകൻ പ്രവചിച്ച പ്രവചനങ്ങൾ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ വളരെ കൃത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്നു എന്നത് തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ലോകം അതിൻ്റെ അവസാനത്തോടടുക്കും തോറും ഈ ഭൂമിയിൽ അധാർമികതയും അന്ധകാരങ്ങളും അക്രമങ്ങളുമൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്. അള്ളാഹുവിൻ്റെ പേര് ആത്മാർത്ഥമായി പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഭീകരമായി ഈ ലോകം അവസാനിക്കുക. അത്രയും തിന്മകൾ നിറഞ്ഞ ഒരവസ്ഥ ഈ ലോകത്തുണ്ടാകും എന്നർത്ഥം. നമ്മളത് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നാം ജീവിക്കുന്ന കാലഘട്ടം പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ ആ കാലത്ത് നിന്ന് ഏറെ വ്യത്യസ്തമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം എവിടെ നോക്കിയാലും.
2 ദിവസം മുമ്പ് നാട്ടിലിറങ്ങിയ പത്രത്തിലെ 1-ാമത്തെ പേജിലെ ഒരു വാർത്ത വായിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചതുപോലെ, ചൂണ്ടിക്കാണിച്ചതുപോലെ അധാർമികത അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സങ്കടത്തോടു കൂടിയാണെങ്കിലും അംഗീകരിക്കേണ്ട അവസ്ഥ. ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഒരു കാമുകൻ, ആ കാമുകനും സ്ത്രീക്കുമിടയിൽ സഹായിയായി കാമുകൻ്റെ ഒരു സുഹൃത്ത്. 3 കഥാപാത്രങ്ങളാണ് കഥയിലുള്ളത്. കാമുകൻ ജോലി ആവശ്യാർത്ഥം വിദേശത്ത് പോയി. കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ തൻ്റെ സുഹൃത്തായ ഈ 3-ാമനെ ഏൽപ്പിച്ചാണ് പോയത്. അയാൾ വിദേശത്ത് പോയപ്പോൾ ഈ സ്ത്രീയും ഈ 3-ാമനുമായി സ്നേഹമായി, ബന്ധമായി. അതിലൊരു കുട്ടി പിറന്നു. 1 വർഷം കഴിഞ്ഞ് വിദേശത്തുള്ള കാമുകൻ തിരിച്ചെത്തിയപ്പോൾ താൻ സ്നേഹിച്ചിരുന്ന പെണ്ണ് ഒരമ്മയായിരിക്കുന്നു. കാരണക്കാരൻ തൻ്റെ തന്നെ സുഹൃത്താണ്. അയാൾക്ക് പ്രത്യേകിച്ച് പകയൊന്നും തോന്നിയില്ല. എന്തായിരുന്നാലും താൻ സ്നേഹിച്ച പെണ്ണിനെ അയാൾ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. മറ്റേയാൾ വിശാല മനസ്സോടുകൂടി തൻ്റെ കാമുകിയെ തൻ്റെ സുഹൃത്തിന് വിട്ടുകൊടുക്കാനും തീരുമാനിച്ചു. പക്ഷെ പ്രശ്നം, ഒരു കുട്ടിയുണ്ട്. കുട്ടിയെ ആർക്കും വേണ്ട. ആദ്യത്തെ കാമുകനും വേണ്ട, 2-ാമത്തെ കാമുകനും വേണ്ട, അമ്മക്കും വേണ്ട. കുട്ടിയെ ഒഴിവാക്കാൻ അവർ ഒരു മാർഗം കണ്ടെത്തി. 3 ആളും കൂടി വാട്ടർ ടാങ്കിലേക്ക് കുട്ടിയുടെ തല താഴ്ത്തി പിടിച്ച് ആ കുട്ടിയെ കൊന്നു. എന്നിട്ട് വീടിൻ്റെ മുറ്റത്ത് കുട്ടി മരിച്ചു കിടക്കുന്നു എന്ന് ആ സ്ത്രീ ആർത്തു വിളിച്ചു. ആളുകളൊക്കെ ഓടിക്കൂടി വന്ന് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കുട്ടി മരിച്ചു. സ്വാഭാവികമായ ഒരു മരണം എന്ന് എല്ലാവരും വിധി എഴുതി. പക്ഷെ നാട്ടിലുള്ള ഏതോ ഒരു തെറിച്ച ചെറുപ്പക്കാരന് ഒരു സംശയം. അയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ മരണത്തിൽ എന്തോ അപാകതയുണ്ട്. പോലീസ് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ശ്വാസകോശത്തിൽ വെള്ളം കിടന്നാണ് കുട്ടി മരിച്ചത് എന്ന് വ്യക്തമായി. ചോദ്യം ചെയ്തപ്പോൾ ഈ കഥയുടെ ചുരുളഴിഞ്ഞു. നോക്കി നിങ്ങൾ, എവിടെയെങ്കിലും ധാർമ്മികതയുടെ ഏതെങ്കിലും രംഗത്ത് ധാർമ്മികതയോടൊരു തരിയെങ്കിലും സ്വാധീനിക്കാത്ത ഒരു ലോകത്തിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഈ വേണ്ടാത്തരങ്ങൾ കത്തി നിൽക്കുന്ന ഈ ലോകത്ത് നമുക്കെങ്ങനെ ഇസ്ലാമിൻ്റെ പാതയിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയും? അതാണ് ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൻ്റെ വിഷയം. എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഒറ്റവാക്കിൽ പറയാൻ കഴിയാതിരുന്നത് ഈ ഒരു ആമുഖം വേണ്ടി വന്നത് കൊണ്ടാണ്. ഈ കാലഘട്ടത്തിൽ തിന്മയുടെ മാർഗത്തിലേക്ക് ഒലിച്ചു പോകാതെ എങ്ങനെ നമുക്ക് നന്മയുടെ പാതയിൽ ഉറച്ചു നിൽക്കാൻ കഴിയും? നന്നാവണം എന്ന് എമ്പാടും മനസ്സിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളും നന്നാവാൻ കഴിയുന്നില്ല എന്ന ഒരു സ്വകാര്യ സങ്കടം മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ളൊരു കാര്യം എന്താണെന്ന്, ഒരു സങ്കടമായിട്ട് പറയുന്ന കാര്യം, ചില ആളുകളോട് നമ്മൾ വളരെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വരും. അതിൽപ്പെട്ടതാണ് ഉസ്താദേ, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യണം എന്ന് നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കൽ അത് അത്ര വലിയ പ്രയാസമൊന്നുമല്ല. 5 നേരം നിസ്കരിക്കണം, സ്വത്തിൻ്റെ സക്കാത്ത് കൊടുക്കണം, റമളാൻ മാസം വന്നാൽ നോമ്പ് നോൽക്കണം, പിന്നെ സാധിക്കുമെങ്കിൽ ഹജ്ജ് ചെയ്യണം, കഴിയുമ്പോൾ ഉംറ ചെയ്യണം, സാധുക്കളെ സഹായിക്കണം, പള്ളി മദ്രസകളൊക്കെ നടത്തണം, യതീംഖാനകളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല. അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യൽ അത് അത്ര പ്രയാസകരമായി തോന്നിയിട്ടില്ല. പക്ഷെ പ്രയാസകരമായി തോന്നിയത് എന്താണെന്നറിയോ? അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കൽ. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ, അവിടെയാണ് പരാജയം സംഭവിക്കുന്നത്. കാണരുത് എന്ന് പറഞ്ഞത് കാണാതിരിക്കാൻ കഴിയുന്നില്ല, കേൾക്കരുത് എന്ന് പറഞ്ഞത് കേൾക്കാതിരിക്കാൻ കഴിയുന്നില്ല, പോകരുത് എന്ന് പറഞ്ഞിടത്തേക്ക് പോകാതിരിക്കാൻ കഴിയുന്നില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. അതാണ് പ്രശ്നം. അരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങൾ, ആ അരുതായ്മകൾ അതിനെ അരുതായ്മകളായി കണ്ട് ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും
പതുക്കെ പതുക്കെ പോകും. ഇനി ഒരു ഇൻ്റർനെറ്റിൽ വേണ്ടാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ പോവൂല എന്ന് തീരുമാനിച്ച് അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞ് മാന്യമായിട്ട് ജോലി ചെയ്യാൻ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നാലും 12 മണിക്ക് കമ്പ്യൂട്ടർ ഓഫാക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം പല വഴിക്ക് പോകും ഉസ്താദേ. എന്താ ചെയ്യുക? ഇതാണ് സങ്കടം. ഈ സങ്കടത്തിനാണ് നമ്മുടെ തലമുറക്ക് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം അവർ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എല്ലാ വഴികളും തുറന്നു കിടക്കുന്നത് തിന്മയിലേക്കാണ്. രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് ടെലഫോൺ ഉപഭോക്താക്കൾക്ക് വമ്പിച്ച സൗജന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. BSNL ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്ന വരിക്കാർക്ക് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ എത്ര വിളിച്ചാലും പൈസ കൊടുക്കണ്ട. എന്താ ഇപ്പോൾ ഈ 10 മണിക്ക് ശേഷം വിളിച്ചുകാണ്ട് ഇത്ര സംസാരിക്കുക? ഇന്നത്തെ ഖുർആൻ ക്ലാസ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ടു എന്ന് നമ്മുടെ അയൽവാസിയോട് വിളിച്ച് പറഞ്ഞു കൊടുക്കും ആരെങ്കിലും. അല്ലെങ്കിൽ ഇന്നാ കേട്ടോ ഞാൻ 4 ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ഈ നട്ടപ്പാതിരക്ക് 12:30 ആരെങ്കിലും ഫോൺ എടുത്തുകൊണ്ട് ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കൂ. ഈ പാതിരാത്രിക്ക് 10 മണിക്ക് ശേഷം 6 മണി വരെയുള്ള സമയം എന്തിനു വേണ്ടി ഉപയോഗിക്കുമെന്നാണ് ഇത് നടപ്പാക്കിയവരും അതിൻ്റെ പിന്നിലുള്ളവരും പ്രതീക്ഷിച്ചത്? ഒക്കെ അങ്ങനെ തിന്മകളിലേക്കുള്ള വാതായനങ്ങൾ തുറന്നു കിടക്കുക. വളരെ എളുപ്പത്തിൽ ആ തിന്മയുടെ ഭൂമികയിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ 100 വഴികൾ ഈ ലോകത്ത് തുറന്നു കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ആ തിന്മയുടെ വഴിയിലേക്ക് വഴുതി പോകാതെ എനിക്കെങ്ങനെ നന്മയുടെ വഴിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഗൗരവത്തോടു കൂടി. വിശുദ്ധമായ റമദാൻ മാസം കടന്നു വരിക. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിന് മുമ്പേ നമ്മൾ മാനസികമായ തയ്യാറെടുപ്പെട്ട് കഴിഞ്ഞു. റജബ് മാസം ആഗതമായാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ് വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ റജബ് മാസത്തിലും ഞങ്ങളുടെ ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ. എന്തിനാണ്? റജബിലും ഷാബാനിലും ബർക്കത്ത് കിട്ടിയാൽ റമദാനിൽ നമുക്ക് ഇത്തിരി ആരാധനകൾക്ക് വേണ്ടി നമുക്ക് സമയം മാറ്റി വെക്കാം. ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ ആരാധിച്ച് ഇസ്തിഗ്ഫാറും തൗബയുമായി നമുക്കിത്തിരി സമയം കൂടുതൽ കണ്ടെത്താൻ റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ് വ ശഅബാൻ. ഞങ്ങളുടെ റജബിലും ഞങ്ങളുടെ ഷഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണം റബ്ബേ. വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, റമദാനിനെ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ റബ്ബേ. എങ്ങനെ? നമ്മളൊക്കെ റമദാൻ മാസം വരും, കലണ്ടറിൽ റമദാൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പള്ളിയിലൊക്കെ ക്ലാസ്സിൻ്റെ ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ റമദാനിൽ നമ്മൾ ഉണ്ടാവും എന്തോ ഉറപ്പല്ല. ആ റമദാൻ്റെ ചന്ദ്രക്കല കാണാൻ, ആ റമദാനിൻ്റെ 1-ാമത്തെ നോമ്പ് നോൽക്കാൻ ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാകുമെന്ന് ആരും നമുക്ക് ഉറപ്പ് തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഉണ്ടാവാൻ, ആ റമദാനിൽ നമ്മൾ ഉണ്ടാവാൻ, കഴിഞ്ഞുപോയ ജീവിതകാലത്ത് സംഭവിച്ചു പോയ അബദ്ധത്തിൻ്റെ ആ പെരും കറകൾ കഴുകിക്കളയാൻ ഈ റമദാനിൻ്റെ ചന്ദ്രക്കല കാണാൻ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ. വബല്ലിഗ്നാ റമദാൻ. ഞങ്ങളുടെ റമദാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണമേ റബ്ബേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ റമദാൻ നമ്മുടെ തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ റമദാനിനെ സ്വീകരിച്ച് പാപമോചനത്തിൻ്റെ പാതയിലൂടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള മാനസികവും ശാരീരികവുമായ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് മെരിക്കുവാൻ കഴിയാത്ത, നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത, നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കാത്ത ഈ തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ എനിക്കെങ്ങനെ ഇസ്ലാമിൻ്റെ ഇസ്സത്തുമായി എനിക്കെങ്ങനെ അടിയുറച്ചു നിൽക്കാൻ സാധിക്കും? അതിനെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. എന്താ അതിനുള്ള മാർഗം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി വന്നത് തിന്മകൾക്ക് 100% സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തിലായിരുന്നു. അവിടെ പോലീസും പട്ടാളവും കോടതിയൊന്നുമില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിരുന്നു. ആ സമൂഹത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനവുമായി വന്നത്. അതേ പ്രബോധന ശൈലിയാണ് ഈ ലോകത്തിൻ്റെ അവസാനം വരെയുള്ള മനുഷ്യരെ സംസ്കരിക്കുവാൻ വേണ്ടി ഇസ്ലാം നിശ്ചയിച്ചത്. ചില ആളുകൾ പറയാറുണ്ട്, ഇസ്ലാമിക പ്രബോധനം, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് 6-ാം നൂറ്റാണ്ടിലേക്ക് പറ്റിയതാണ്, ലോകത്തിനെ പഴമയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ഇസ്ലാം. അല്ല, ആ 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ പ്രബോധനം ചെയ്ത ആ രീതിയും ആ സംസ്കാരവും ഏത് കാലഘട്ടത്തേക്കും അനുയോജ്യമായതാണ് എന്നതാണ് സത്യം. അന്ന് ആ സമൂഹത്തെ സംസ്കരിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച നിയമങ്ങൾ, പ്രവാചകൻ സ്വീകരിച്ച വഴികൾ, പ്രവാചകൻ കണ്ടെത്തിയ മാനദണ്ഡങ്ങൾ, ഇതൊക്കെ എക്കാലത്തും ലോകത്തിന് അനുയോജ്യമായതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത്
ഞാൻ പാപത്തിലേക്ക് പോകാതെ പാപത്തിന്റെ കുത്തൊഴുക്കിലേക്ക് വഴുതി പോകാതിരിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല മാർഗം ആ പ്രവാചകരും സഹാബത്തും കാണിച്ചു തന്ന മാർഗം തന്നെയാണ്. ലോകം ഏത് വഴിക്കാണോ പോകുന്നത് ആ വഴിക്ക് സഞ്ചരിക്കേണ്ടവരല്ല നമ്മൾ. അള്ളാഹുവേ, ആളുകളൊക്കെ ഒരു വഴിക്ക് ഒഴുകിപ്പോയപ്പോൾ ഞങ്ങൾ പോലെ കൂടെ ഒഴുകിപ്പോയി എന്ന് പറയുന്ന ദുരവസ്ഥ ഒരു സത്യവിശ്വാസിക്ക് പാടില്ല. എല്ലാവരും അത് ചെയ്തപ്പോൾ ഞങ്ങളും ചെയ്തു, എല്ലാവരും അങ്ങനെ ആയപ്പോൾ ഞങ്ങളും അങ്ങനെയായി, എല്ലാവരും പോയപ്പോൾ ഞങ്ങളും പോയി, എല്ലാവരും കേട്ടപ്പോൾ ഞങ്ങളും കേട്ടു എന്നുള്ളത് ഒരു തിന്മയാവാതിരിക്കാൻ കാരണമാവൂല. ഒരു മുസ്ലിം അവൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണം. എപ്പോഴും അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടു കൂടി ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്നാണ് ഖുർആനിന്റെ ചോദ്യം. നമുക്ക് ആമുഖം ചുരുക്കി വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എന്താണ് മാർഗം? ഒന്നാമത്തെ മാർഗം നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ആരാണ്? എൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നതിൽ എനിക്കെന്തുമാത്രം സ്വാതന്ത്ര്യമുണ്ട്? എൻ്റെ ഈ ജീവിതം എത്രമാത്രം എൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്? ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവിതം നമ്മൾ ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതോ നമ്മൾ ചെയ്ത പ്ലാൻ പ്രകാരം നമുക്ക് കിട്ടിയതോ നമ്മൾ ഈ വില കൊടുത്തു വാങ്ങിയതോ ഒന്നുമല്ല. സർവശക്തനായ പടച്ച തമ്പുരാന്റെ ഔദാര്യമായി കിട്ടിയ ഒരു ജീവിതം. അങ്ങനെയുള്ളൂ ഒരു സാധനം. ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളൊക്കെ അവർക്ക് നമ്മൾ എന്ത് സാധനം വാങ്ങിക്കൊടുത്താലും ഓരത് കളയും. അതൊരു വില ഉണ്ടാവില്ല, അത് ആർക്കും കൊടുക്കും. എന്നാൽ അവരുടെ പണം കൊണ്ട്, അവരുടെ കയ്യിലുള്ള പണം കൊണ്ട് അവരൊരു സാധനം വാങ്ങിയാൽ അതിന് ഭയങ്കര വിലക്കാരം. ഒരാൾ ചോദിച്ചാലും കൊടുക്കൂല. ഈ ജീവിതത്തിൽ നേടിയത്, ഈ ജീവിതത്തിൽ ഉണ്ടാക്കിയത് അതൊക്കെ എൻ്റെതാണ്, അത് ഞാൻ ഉണ്ടാക്കിയതാണ്, അതെൻ്റെ സാമർഥ്യമാണ്, എൻ്റെ ശക്തിയാണ്, എൻ്റെ കണക്ക് കൂട്ടലുകളാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ മനസ്സ് മടിക്കും. എന്നാൽ ഇതത്രയും എൻ്റെ റബ്ബിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയതാണ്, അത് എൻ്റെ റബ്ബ് ചോദിക്കുന്നിടത്ത് കൊടുക്കാൻ എനിക്ക് വല്ല പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ ഒന്നുകൂടി സ്മൂത്ത് ആവും കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ കുട്ടി രോഗം ബാധിച്ച് അവശനായി കിടക്കുക. അവൻ മകള് പിതാവിൻ്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചു, ഉപ്പനോടൊന്ന് വരാൻ പറയാം അപ്പനോട്. പ്രവാചകൻ ഒരു തിരക്കിലായിരുന്നു. ആ വന്ന ആളെ തന്നെ പ്രവാചകൻ തിരിച്ചു പറഞ്ഞയച്ചു. അദ്ദേഹത്തോട് പറഞ്ഞത് മോളോട് പറയണം, അള്ളാഹു തന്നത് അള്ളാഹുവിന് ഏത് സമയത്തും എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ റബ്ബാണ് തന്നത്, അത് റബ്ബ് ഉദ്ദേശിക്കുമ്പോൾ ആ കുട്ടിയെ തിരിച്ചെടുത്തേക്കും, അതിൻ്റെ പേരിൽ വിഷമിക്കണ്ട എന്ന് മകളോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൂതനെ പ്രവാചകൻ തിരിച്ചയച്ചു. അത് ജീവിതത്തിലെ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു ജീവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ജീവിതം നമ്മുടേതായി നമ്മൾ വാങ്ങിയതോ നമ്മൾ ഉണ്ടാക്കിയതോ നമ്മൾ സൃഷ്ടിച്ചെടുത്തതോ നമ്മൾ പ്ലാൻ ചെയ്തതോ ഒന്നുമല്ല. നമ്മുടെ ഒരു കണക്ക് കൂട്ടലുകൾക്കും ഒരു പ്രസക്തിയുമില്ല. എൻ്റെ ജീവിതം ഞാൻ പറയുന്നത് പോലെയാകുമായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും രോഗം ഉണ്ടാവൂല, എനിക്കൊരിക്കലും ക്ഷീണം ഉണ്ടാവൂല, എനിക്കൊരിക്കലും വൃദ്ധനാവൂല, ഞാനൊരിക്കലും രോഗിയാവൂല, എനിക്കൊരിക്കലും നഷ്ടങ്ങൾ ഉണ്ടാവൂല, എനിക്കൊരിക്കലും ജീവിതത്തിൽ അരുതായ്മകൾ ഉണ്ടാവൂല. ഇതല്ലല്ലോ ഇതൊക്കെ സംഭവിക്കുക. എന്താ കാരണം? ഞാനല്ല ഇത് നിയന്ത്രിക്കുന്നത്. അത് നിയന്ത്രിക്കുന്നത് ജീവിതത്തിന്റെ സൃഷ്ടാവായ റബ്ബാകുന്നു. അതുകൊണ്ട് ആ റബ്ബ് പറയും പോലെ, ആ റബ്ബ് ഉദ്ദേശിക്കുന്നിടത്ത്, ആ റബ്ബ് കൽപ്പിക്കുന്നിടത്ത് അത് ആ രൂപത്തിൽ റബ്ബിന് വേണ്ടി കീഴ്പ്പെടുത്തി കൊടുക്കുവാൻ എനിക്ക് പ്രയാസമുണ്ടാകരുത്. ആ രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുക അത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ആ പ്രയാസത്തിനാണ് റബ്ബ് നമുക്ക് സ്വർഗം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന തൻ്റെ അനുചരന്മാരോട് പറഞ്ഞത്, പ്രിയപ്പെട്ട സഹാബത്തെ, നമ്മുടെ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണ്. കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായ യുദ്ധമായിരുന്നു, ഭീകരമായിരുന്നു യുദ്ധം. പക്ഷേ അതിനേക്കാൾ വലിയ മറ്റൊരു യുദ്ധത്തിലേക്കാണ് നമ്മുടെ ആ യാത്ര. വലിയ ഒരു യുദ്ധത്തിലേക്കാണ് നമ്മുടെ യാത്ര. സഹാബത്ത് അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇനിയും ഒരു യുദ്ധമോ? അതെ, പക്ഷേ ആ യുദ്ധം ശത്രുവിനോടല്ല, അത് പടയാളികളോടല്ല, അവിടെ ആയുധങ്ങളില്ല, അമ്പും വില്ലുമില്ല, അത് നിങ്ങളുടെ മനസ്സിനോടുള്ള യുദ്ധമാകുന്നു. അതാകുന്നു ഏറ്റവും കടുത്ത യുദ്ധം. അതാണ് ഏറ്റവും കടുത്ത യുദ്ധം. ആ യുദ്ധത്തിന് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുത്താൽ, ആ ഒരു യുദ്ധത്തിന് നമ്മുടെ മനസ്സിനെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം
മറ്റുള്ളവർ തെറ്റിലേക്ക് പോകുമ്പോഴും നമുക്ക് മാറി നിൽക്കുവാനും നമുക്ക് അകന്നു നിൽക്കുവാനും സാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഒന്ന് ഞാൻ ചുരുക്കി പറയട്ടെ. രണ്ടാമത്തേത്, മനുഷ്യന് ഈ ലോകത്ത് അവൻ്റെ പാദങ്ങൾ പതറിപ്പോകാതിരിക്കാൻ, അവൻ്റെ ജീവിതത്തിൽ അപകടകരമായ അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഏത് കാലഘട്ടത്തിലുള്ള മനുഷ്യർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് ലോകത്ത് അള്ളാഹു നിലനിർത്തിയ സംവിധാനമാകുന്നു വിശുദ്ധ ഖുർആൻ. നമുക്കറിയാലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് എല്ലാ പ്രവാചകന്മാർക്കും മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകന് താൻ പ്രവാചകനാണ് എന്ന് സ്വയം ബോധ്യമാവാനും, അതൊരു ബോധ്യമാവേണ്ട ആവശ്യമുണ്ടത്. നമ്മൾ രാത്രി ഒരു സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഒരാൾ ആകാശത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മളോട് പറഞ്ഞു നിന്നെ ഞാൻ നബിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലാണ് നമ്മളത് കൈകാര്യം ചെയ്യുക? അത് തോന്നിയതാണോ? അതുള്ളതാണോ? എൻ്റെ മനസ്സിൻ്റെ എന്തെങ്കിലും വിഭ്രാന്തിയാണോ? എനിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായതാണോ? ഒക്കെ മനസ്സ് ശങ്കിച്ചേക്കാം. അതുകൊണ്ട് നീ പ്രവാചകൻ തന്നെയാണ് എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്താൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത്, മൂസ നീ നിൽക്കുന്നത് വിശുദ്ധമായ തുവാ താഴ്വരയിലാണ്, നീ നിന്റെ വടി നിലത്തേക്കിട്. വടി നിലത്തിട്ടപ്പോൾ അതുകൊണ്ട് പാമ്പായില്ലേ? മൂസാ നബി പേടിച്ചു പോയി. അള്ളാഹ് പറഞ്ഞു പേടിക്കണ്ട, അത് എടുത്തള. മൂസാ നബിക്ക് തന്നെ ബോധ്യപ്പെടണം, എന്നെ ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ മറ്റൊരവസ്ഥയിലേക്ക് മാറപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് സ്വയം ബോധ്യമാവണം. അപ്പോഴല്ലേ അദ്ദേഹത്തിന് പ്രബോധകനാവാൻ പറ്റൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്തായിരുന്നു ഏത്? ഇസ്രാവും മിഅ്റാജും. അതാരെങ്കിലും കണ്ടോ? പ്രവാചകനല്ലാത്ത മറ്റാരും അത് കണ്ടിട്ടില്ല. ഇസ്രാവും മിഅ്റാജ് ഇപ്പോൾ കഴിഞ്ഞു. എന്താണ് ഇസ്രാ എന്ന് പറഞ്ഞാൽ? ഇസ്രാ എന്ന് പറഞ്ഞാൽ രാത്രിയിലുള്ള യാത്രക്കാർ ഇസ്രാ എന്ന് പറയാം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറകനാ ഹൗലഹു. അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് ദിവസങ്ങൾ യാത്രാ ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു രാത്രി ജിബ്രീൽ വന്ന് കൊണ്ടുപോയി. ആ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയാം. അവിടെ നിന്ന് 7 ആകാശങ്ങൾ കയറി അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് 5 വക്ത് നിസ്കാരത്തിന്റെ വഹയ്യ് സ്വീകരിച്ചു. പ്രവാചകൻ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. ആ കയറിപ്പോക്കിനാണ് മിഅ്റാജ് എന്ന് പറയാം. ഇത് രണ്ടും ആരും കണ്ടിട്ടില്ല. പക്ഷെ എന്തിനാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ഇസ്രാവും മിഅ്റാജും ഉണ്ടായത് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാരുടെ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നിരാശനായി തകർന്നു പോയ സമയത്താണ് ഈ ഇസ്രാവും മിഅ്റാജും ഉണ്ടായത്. എന്തേ കാരണം? പ്രവാചകന്റെ പ്രബോധനത്തിന്റെ ആദ്യകാലം ഘട്ടം മുതൽ ശത്രുവിന്റെ മാരകമായ പീഡനങ്ങളും മർദ്ദനങ്ങളും ഉണ്ടായപ്പോൾ പ്രവാചകന് സംരക്ഷണത്തിന്റെ ചിറകുകളായിരുന്നു ആരൊക്കെ? അബൂ താലിബും തൻ്റെ പ്രിയപ്പെട്ട പത്നി പ്രവാചക പത്നി ഖദീജ റളിയല്ലാഹു അൻഹയും. പ്രവാചകന് വല്ലാത്ത സംരക്ഷണമായിരുന്നു ആ രണ്ടാളുകളും. രണ്ടുപേരും മക്കയിലെ പ്രമാണിമാരായിരുന്നു. അവരുടെ കീഴിലായിരിക്കെ പ്രവാചകനെ പരസ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ മക്കക്കാർക്ക് തടസ്സമുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ അബൂ താലിബും പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു അൻഹയും മരണപ്പെട്ടത് ഒരു കൊല്ലത്തിലാണ്, ഒരേ വർഷത്തിൽ 6 മാസത്തിന്റെ ഇടവേളയിൽ. പ്രവാചകന്റെ 2 ചിറകുകളും ഒടിഞ്ഞതുപോലെ തോന്നിന ആമുൽ ഹുസ്ൻ ദുഃഖത്തിന്റെ വർഷം എന്നാണ് ആ കൊല്ലത്തിനെ പ്രവാചകൻ രേഖപ്പെടുത്തിയത്. വല്ലാതെ തളർന്നുപോയി. ഇനി ആരുണ്ട് തനിക്ക് തണലേകാൻ? ഇനി ആരുണ്ട് തന്നെ സമാശ്വസിപ്പിക്കാൻ എന്ന ചോദ്യം പ്രവാചകന്റെ മനസ്സിലുണ്ടായപ്പോ ആ ചോദ്യത്തിന് പ്രവാചകന് കിട്ടിയ മറുപടിയായിരുന്നു, ത്വായിഫിന്റെ ഭാഗത്ത് തൻ്റെ അമ്മാവന്മാർ പാർക്കുന്നുണ്ട്, അവരെ ഒന്ന് പോയി കണ്ടു നോക്കാം, അവരുടെ അടുത്ത് പോയി കാര്യമൊന്ന് അവതരിപ്പിച്ച് നോക്കാം, ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും തനിക്ക് സഹായം വാഗ്ദാനം ചെയ്തേക്കാം, തനിക്ക് സംരക്ഷണം നൽകിയേക്കാം. അങ്ങനെയാണ് പ്രവാചകൻ തായിഫിലേക്ക് പോകുന്നത്. തായിഫിൽ നിന്ന് പ്രവാചകന് കിട്ടിയ സ്വീകരണം നമ്മളെല്ലാവരും ഒരുപാട് വട്ടം കേട്ടതാണല്ലോ. പ്രവാചകനെ അവർ പേപ്പട്ടിയെ ഓടിക്കുന്നത് പോലെ തായിഫിന്റെ മലനിരകളിൽ കൂടി ഓടിച്ചു. നമ്മളൊക്കെ കൂട്ടത്തിലെ ആൾക്കാർ തായിഫിലേക്ക് പോയ ആൾക്കാരുണ്ടാവാം. ഇന്നത്തെ പോലെ തായിഫ് ഹൈവേ ഒന്നുമില്ല. ആ കൂർത്തുമൂർത്ത മലകൾ മാത്രമുള്ള തായിഫിലേക്ക് മക്കയിൽ നിന്ന് 100 കിലോമീറ്റർ സഞ്ചരിച്ച് തായിഫിലെത്തുക. ആ കരിമ്പാറകൾ എഴുന്നേറ്റ് നിൽക്കുന്ന കുന്നുകളിൽ കൂടി പ്രവാചകനെയും സഹായിയെയും അവർ കല്ലെറിഞ്ഞോടിച്ചു. തായിഫിന്റെ അതിർത്തി കടക്കുവോളം അവർ പ്രവാചകനെ ഓടിച്ചു. അല്ലേ? ഒന്നും കിട്ടിയില്ല. പ്രവാചകൻ മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ശത്രുക്കൾക്ക് ചാകരയായി. കാരണം സഹായികളായ 2 ആൾ നേരത്തെ പോയി.
പിന്നെ അമ്മാവന്മാർ സഹായിക്കുന്ന ചെറിയ ഒരു ധാരണ ഖുറൈശികൾക്കുണ്ടേനി. ആ അമ്മാവന്മാരും പ്രവാചകനെ പേപ്പട്ടിയെ പോലെ കല്ലെറിഞ്ഞോടിച്ചൊക്കെയാണ്. ഇതാ പ്രവാചകനെ പൂർണ്ണമായി നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിരിക്കുന്നു, നമുക്ക് പിച്ചു ചീന്താം എന്നവർ ആഹ്ലാദത്തോടു കൂടി തീരുമാനിച്ചപ്പോൾ പ്രവാചകൻ തളരുകയായിരുന്നു. ആ തളർച്ചയിലാണ് പ്രവാചകൻ ഒരു ബൂസ്റ്റായി, പ്രവാചകന് ഒരു വല്ലാത്ത ഊർജമായി ഇസ്രാവും മിഅ്റാജും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് വല്ലാത്ത ഒരു എനർജിയാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, പ്രവാചകന്മാരുടെ ജീവിതത്തിലെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അത് പ്രവാചകത്വം ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി തെളിയിക്കുവാനുള്ള ഉപാധിയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് ജനങ്ങൾ കണ്ടു, വടി പാമ്പാകുന്നതും കൈ പ്രകാശിക്കുന്നതും ഒക്കെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് ജനങ്ങൾ കണ്ടു, അദ്ദേഹം അന്ധന്മാരെ കാഴ്ചയുള്ളവരാക്കുന്നതും വെള്ളപ്പാണ്ടുള്ള രോഗികളെ അദ്ദേഹം വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തിയതും, മരിച്ചു കുഴിയിൽ കിടക്കുന്ന കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയയാളെ അദ്ദേഹം പേര് ചൊല്ലി വിളിച്ചപ്പോൾ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നതും, മണ്ണുകൊണ്ടുണ്ടാക്കിയ പക്ഷിയുടെ രൂപത്തിൽ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അദ്ദേഹം ഊതിയപ്പോൾ ആ പക്ഷി ചിറകടിച്ച് പറന്നുപോയതും അദ്ദേഹത്തിന്റെ മുമ്പുണ്ടായിരുന്ന ആളുകൾ കണ്ടു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നവർ അദ്ദേഹം പ്രവാചകനാണ് എന്ന ആ സത്യം അവരിൽ പലരും വിശ്വസിച്ചു. അത് മതിയായിരുന്നു. കാരണം ആ പ്രവാചകൻ ആ കാലഘട്ടത്തിലേക്കുള്ള പ്രവാചകനായിരുന്നു. അതുകൊണ്ട് സ്റ്റിൽ ആ സമയത്ത് ലൈവായിട്ട് കാണുന്ന അത്ഭുതങ്ങളായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. പിന്നീട് ജനിക്കുന്ന ആളുകൾക്ക് ആ പ്രവാചകനിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ അത് ആ സമയത്ത് സംഭവിച്ചു, അത് അപ്പോൾ തന്നെ അവസാനിച്ചു. അത് നീണ്ടു നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ജീവിച്ച മനുഷ്യൻ മാത്രമല്ല, 2015 ഇന്ന് ഈ നാട്ടിൽ ജനിച്ച ഒരാളും ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യമായ പ്രവാചകൻ തന്നെയാണ് എന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. അതിനെവിടെ? അതിന് അടയാളം എവിടെ? ഉണ്ടായിരുന്നു. 1400 കൊല്ലം മുമ്പ് പ്രവാചകൻ ചന്ദ്രനെ 2ആയി പിളർത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നുള്ള ഒരാളത് വിശ്വസിക്കുമോ? അപ്പൊ അയാൾക്ക് ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരാൾക്കും പ്രവാചകന്റെ അത്ഭുതം അയാൾക്ക് മുമ്പിൽ ഉണ്ടായിരിക്കണം. ആ അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ. അതൊരു അത്ഭുതം തന്നെയാണ്. ഏത് കാലത്തും ഫ്രഷായിട്ട് ലൈവായിട്ട് നിലനിൽക്കുന്ന, ഒരു കാലത്തും ഒരു ഇത്തിരി പോലും അതിന്റെ തിളക്കത്തിന് മാറ്റുകുറയാത്ത അത്ഭുതമാണ് ഖുർആൻ. ആ കാലഘട്ടത്തിലെ ഇരുണ്ട യുഗത്തിലെ കാട്ടറബിയെ പ്രവാചകൻ സംസ്കരിച്ച ആ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ഏറ്റവും നല്ല മാർഗത്തിലേക്ക് ഈ ഖുർആൻ നിങ്ങളെ വഴി നടത്തും. ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്കത് മാർഗദർശനമാണ്, സത്യാസത്യത്തിന്റെ വിവേചനമാണ്. എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന വിവേചനമാണ് വിശുദ്ധ ഖുർആൻ. അല്ലേ? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ലിനുസബ്ബിത ബിഹി ഫുആദക, നിന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് അള്ളാഹു ഈ രൂപത്തിൽ ഖുർആൻ ഇറക്കിയത്. അപ്പൊ വിശുദ്ധ ഖുർആൻ മാനവരാശി വഴിപിഴച്ചു പോകാതിരിക്കാൻ, തിന്മയുടെ പാതാളത്തിലേക്ക് വഴുതി പോകാതിരിക്കാൻ അവന്റെ മുമ്പിലുള്ള ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒന്നാമത്തെ വഴി ഖുർആനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ട് മുമ്പ് നമ്മളെ അത് ബോധ്യപ്പെടുത്തി. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത റസൂലി. ഇതാ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ടാണ് പോകുന്നത്. ലൻ തളില്ലു. ലൻ എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താ പറയുക? ലൻ, ലാമ്, നൂന്. ലൻ എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലുമില്ല. അലൈ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. ഒരു മനുഷ്യന്റെ ആയുസിന്റെ സമയമെത്തിയാൽ ഒരിക്കലും അള്ളാഹു അവന്റെ ആയുസ്സിൽ ഒരു ഏറ്റക്കുറവ് വരുത്തുകയില്ല എന്നിടത്തിൽ ലൻ എന്ന പദം പ്രയോഗിച്ച്. ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല എന്ന. ഇവിടെയും പ്രവാചകൻ അതേ പദം പ്രയോഗിച്ച് ലൻ തളില്ലു, ഒരിക്കലും നിങ്ങൾ പിഴക്കൂല. ആ ഖുർആനിനെയും ആ ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചക ചര്യയെയും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നിങ്ങൾ പിഴക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തേ, ഇതാ ഷഹ്റുൽ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ആ ഷഹ്റുൽ ഖുർആനിനെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടുകാരനായി, ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന കൂട്ടുകാരനായി വിശുദ്ധ ഖുർആനിനെ നമ്മൾ മാറ്റിയെടുക്കുക.
പ്രവാചകൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ലേ? എന്താണ്? അല്ലാഹുമ്മ ജഅൽ ഖുർആന റബിയ ഖുലൂബിന. അല്ലാഹുവേ, ഈ ഖുർആനിനെ നീ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ റബ്ബേ. ഹൃദയത്തിന്റെ വസന്തമാവുക. ഖുർആനിന്റെ മേച്ചിൽപ്പുറങ്ങളിലൂടെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിന് മേയാൻ സാധിക്കണം. അതിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ മനസ്സിന് സമാധാനം നൽകണം. അതിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തഖ്വയുണ്ടാവണം. ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ മുത്തഖീൻ. തഖ്വയുള്ളവർക്കാണ് വിശുദ്ധ ഖുർആൻ മാർഗദർശനമാവുക. തഖ്വയുള്ള മനസ്സോടുകൂടി, നന്നാവണമെന്ന മനസ്സോടുകൂടി, റബ്ബുൽ ആലമീന്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെന്ന ആ വലിയ ആഗ്രഹത്തോടുകൂടി വിശുദ്ധ ഖുർആനിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടന്നു കയറാൻ നമുക്ക് സാധിച്ചാൽ തിന്മയുടെ ഈ ലോകത്തെ, വൃത്തികെട്ട തിന്മയുടെ വഴികളിലേക്ക് കടന്നു പോകാതിരിക്കാൻ അത് നമുക്ക് സഹായകമാകും. ഒന്ന്. രണ്ടാമത്തേത് നമസ്കാരം. നമസ്കാരം എന്ന് പറയുന്നത് കേവലം ഒരു ആരാധനാ രീതിയല്ല, അതൊരു മുസൽമാന്റെ ജീവിതത്തിന്റെ ജീവവായുവാണത്. നമസ്കാരം എവിടെ വെച്ച് ഇല്ലാതാകുന്നുവോ അന്ന് അവനിലെ ഇസ്ലാം മരിച്ചു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയൊക്കെയാണ് വഹയ്യ് കിട്ടാറുള്ളത്? എങ്ങനെയൊക്കെയാണ് പ്രവാചകന് വഹയ്യ് കിട്ടുക? ചില സമയത്ത് സ്വപ്നം കാണും. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ അത് വഹിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അറുക്കണമെന്ന് വഹയ്യ് കിട്ടിയത് സ്വപ്നത്തിലാണല്ലോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചിലപ്പോ മണിയടിക്കുന്നത് പോലുള്ള ശബ്ദം കേൾക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ അതൊരു വഹീന്റെ തുടക്കമാണ്. മനസ്സിലേക്ക് വഹി ഇങ്ങനെ ഇറങ്ങി വരും. പ്രവാചകൻ പറഞ്ഞത് വഹീന്റെ കൂട്ടത്തിൽ ഏറ്റവും കഠിനമായ വഹിയാകുന്നു അത്. തണുപ്പുള്ള ദിവസങ്ങളിൽ ഈ വഹി വരുമ്പോൾ പ്രവാചകന്റെ നെറ്റിയിൽ നിന്ന് വേർപ്പ് ചാലിട്ടൊടുക്കും. ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഈ വഹി ഇറങ്ങുമ്പോൾ ഭാരം സഹിക്കാനാവാതെ ഒട്ടകം മുട്ടുകുത്തിപ്പോകും. അത്ര ഭാരമാണത്. ചിലപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം മനുഷ്യന്റെ രൂപത്തിൽ വന്ന് വഹി കൊടുക്കാറുണ്ട്, അല്ലേ? നമ്മൾ ഹദീസ് ജിബ്രീലിന്റെ ഹദീസ് എന്നൊരു ഹദീസ് ഉണ്ട്. മനുഷ്യന്റെ രൂപത്തിൽ ജിബ്രീൽ വന്നതും പ്രവാചകന്റെ മുമ്പിൽ ഇരുന്നതും ചോദ്യോത്തരങ്ങളിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചതും നമ്മൾ കൃത്യമായി കേട്ടതാണ്. എന്നാൽ ചില അപൂർവ സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പ്രവാചകന്മാരെ തന്റെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തി ആ പ്രവാചകന് വഹി കൊടുക്കും. അത് ആ കാര്യത്തിൻ്റെ ഗൗരവമാണ്. നമസ്കാരം എന്ന ആരാധനാ കർമ്മത്തെക്കുറിച്ച് അല്ലാഹു തആല പ്രവാചകന് വഹി കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പ്രവാചകനെ കൊണ്ടുപോയിട്ടാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പ്രവാചകനെ വിളിച്ചു വരുത്തി ആ സന്നിധിയിൽ വെച്ചാണ് 5 നേരത്തെ നമസ്കാരം ഒരു മുസ്ലിമിന് അല്ലാഹു തആല നിർബന്ധമാക്കി കൊടുക്കുന്നത്. അത്രമാത്രം പ്രാധാന്യമുണ്ട് അമലിന്. തീർന്നില്ല. മനുഷ്യനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചത്. ആ ഒരു മനുഷ്യന് ഈ ലോകത്ത് നിർവഹിക്കാൻ സാധിക്കുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന നമസ്കാരമാണ്, അല്ലേ? നമ്മൾ പലപ്പോൾ കേട്ടതാണ്. നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത് ഈ ലോകത്ത് ഇല്ല. മൂന്നാമത്തേത്, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ വിചാരണക്കെടുക്കുമ്പോൾ ആദ്യമായിട്ട് അള്ളാഹു വിചാരണ ചെയ്യുക നമസ്കാരത്തെക്കുറിച്ചാണ്. ആ നമസ്കാരത്തെക്കുറിച്ചുള്ള വിചാരണക്ക് കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ പിന്നീടുള്ള അവന്റെ വിചാരണ വളരെ ലളിതമാണ്. നമസ്കാരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇല്ലെങ്കിൽ അവന്റെ മറ്റു കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അപ്രസക്തമാണ്, അല്ലേ? ചില ദേശീയ നാഷണൽ ലെവലിലുള്ള ചില പരീക്ഷകളൊക്കെ നടക്കുമ്പോൾ UGC പോലെയുള്ള പരീക്ഷകളിലൊക്കെ ആദ്യത്തെ പേപ്പർ, മെയിൻ പേപ്പർ, പിന്നെ കുറേ ഉപ പേപ്പറുകൾ ഉണ്ടാവും. വലിയ സമയത്ത് ആദ്യത്തെ പേപ്പർ ആദ്യം നോക്കുക. ആ മെയിൻ പേപ്പർ പാസ്സായെങ്കിൽ മാത്രമേ അടുത്ത പേപ്പർ നോക്കുള്ളൂ. മെയിൻ പേപ്പർ തോറ്റ വിദ്യാർത്ഥി അവൻ്റെ സബ് പേപ്പർ വിഷയങ്ങളിൽ എത്ര നന്നായി എഴുതിയിട്ടും കാര്യമില്ല, ആ പേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തുകയില്ല. അത് പുറത്തേക്ക് ഒരണ്ടാമ പിന്നെ എഴുതി വരണം. പരലോകത്ത് മനുഷ്യന്റെ കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് ചോദിക്കുക നിസ്കാരത്തെക്കുറിച്ചാണ്. ആ നിസ്കാരത്തിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഒരു മനുഷ്യനായാൽ പിന്നീടുള്ള അവന്റെ വിചാരണ എളുപ്പമാണ്, അത് ലളിതമാണ്. അല്ല, നമസ്കാരത്തിന് കാര്യമായ മറുപടി ഒന്നുമില്ല. ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്, പക്ഷേ അത് അപ്രസക്തമാണ്. കാരണം നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാകുന്നു. കാഫിറായ ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണനീയമല്ല, അല്ലേ? അവൻ നമസ്കാരം പരലോകത്ത് ആദ്യമായിട്ട് ചോദ്യം ചെയ്യുന്ന വിഷയമാണ് നമസ്കാരം.
മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലെത്തിക്കുന്ന കാര്യം നമസ്കാരമാണ്. പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിച്ച ഒരു അനുയായിക്ക് പ്രവാചകന്റെ മറുപടി എന്താണ്? ധാരാളമായി നിസ്കരിക്ക്, എന്നാലേ എന്റെ കാര്യം നടക്കുള്ളൂ എന്നാണ്. നരകത്തിലെത്താൻ ഒരു മനുഷ്യന് ഏറ്റവുമേറെ കാരണമാകുന്നത് അത് നിസ്കാരമാണ്. മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എങ്ങനെ നരകത്തിലെത്തി എന്ന് നരകാവകാശികളോട് ചോദിക്കുമ്പോ ആ നരകാവകാശികളുടെ ആദ്യത്തെ മറുപടി എന്താണ്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. അല്ലേ? അപ്പൊ സ്വർഗത്തിലെത്തിക്കുന്നത് നിസ്കാരമാണ്, നരകത്തിലെത്തുന്നത് നമസ്കാരത്തിന്റെ അഭാവമാണ്. തീർന്നില്ല. ഈ ദുന്യാവില് ആ നമസ്കാരം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട 2 നേട്ടങ്ങൾ അല്ലാഹു തആല നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ നേട്ടം തരങ്ങള്, ഒന്നാമത്തെ നേട്ടം തെറ്റുകളിലേക്ക് പോകാതെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ആർജവം, ഒരു കരുത്ത് ആ നമസ്കാരം അതിന്റെ ആളുകൾക്ക് കൊടുക്കും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. വിഗ്രഹങ്ങളെ, വിഗ്രഹാരാധനയെ എതിർത്ത, ജനങ്ങളുടെ തിന്മകളെ എതിർത്ത ഒരു പ്രവാചകനോട് ആ കാലഘട്ടത്തിലെ ആളുകൾ ചോദിക്കുകയാണ്, നിന്റെ നമസ്കാരമാണോ നിന്നെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത് എന്ന് ഖുർആനിലുണ്ട്. മറ്റൊരു പ്രവാചകന്റെ ചരിത്രം പറയുന്നിടത്ത് ഈ നമസ്കാരമാണോ നിനക്ക് ഈ മാറ്റം ഉണ്ടാക്കിയത്? നമസ്കാരം ജീവിതത്തിൽ വല്ലാത്ത മാറ്റം ഉണ്ടാക്കും. അപ്പം നമ്മളെ ചില ആൾക്കാർ സ്വന്തം മനസ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിസ്കരിച്ചിട്ടും എനിക്കങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. അതിന് പിന്നെ മറുപടി എന്താ? നിങ്ങൾ ആ നിസ്കാരാവലുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ആ നിസ്കാരാവാറുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ആ നമസ്കാരത്തിന്റെ കൃത്യതയും ആ നമസ്കാരത്തിന്റെ ആ സ്വച്ഛതയും അതിന്റെ ശീതളിമയും അതിന്റെ നന്മയും അതിന്റെ നിബന്ധനകളുമൊക്കെ നമ്മൾ പാലിക്കപ്പെടാറുണ്ടോ എന്ന് പരിശോധിക്കുക. മറ്റൊരു വിഷയമാണ് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കൃത്യമായി നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തിന്മയിലേക്കുള്ള അവൻ്റെ പോക്കിനെ ആ നമസ്കാരം ഒരു തടസ്സമാകും. അവന് വേണ്ട വേണ്ട, അത് ചെയ്യണ്ട, അത് വേണ്ട, അരുതാത്തതാണ്, അത് തെറ്റാണ്, മോശമാണ് എന്ന് അവൻ്റെ മനസ്സിനെ വിലക്കുവാൻ ഈ നമസ്കാരത്തിന് കഴിയും എന്നർത്ഥം. അതുകൊണ്ടാണ് ഒരു കുട്ടിയെ മുസ്ലിമാക്കി വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളോട് ഒന്നാമതായിട്ട് ആ കുട്ടിയിൽ ഉണ്ടായിരിക്കേണ്ട ഇസ്ലാമിക പാഠമായി മതം പഠിപ്പിച്ചത് എന്താ? നിങ്ങൾ ഓനെ നിസ്കരിക്കണോരാക്കണം. ശരിക്കൊരു മനുഷ്യന് നിസ്കാരം നിർബന്ധമാണ് എപ്പോഴാണ്? നിങ്ങൾ പ്രായപൂർത്തിയാകുമ്പോഴാണ്. പ്രായപൂർത്തിയാകുമ്പോഴാണ് ഏതൊരാൾക്കും ഇസ്ലാമിലെ ഏത് കർമ്മം നിർബന്ധമാണ്. അതിന്റെ മുമ്പ് കർമ്മങ്ങൾ നിർബന്ധമല്ല. പക്ഷേ 10 വയസ്സായ കുട്ടി ഓൻ ശരിക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടിയാ. പക്ഷേ ആ 10 വയസ്സാകാത്ത കുട്ടി നിസ്കരിച്ചില്ലെങ്കിൽ ഓനെ ശിക്ഷിക്കണം എന്നാ ഇസ്ലാമിന്റെ നിയമം, അടിക്കണം. പക്ഷേ ഓന് ശരിക്കും നിസ്കാരം നിർബന്ധമായിട്ടില്ല. ഓന് നിസ്കാരാവാൻ ഇനിയും കാലം ബാക്കിയുണ്ട്. ആ നിർബന്ധമല്ലാത്ത കാലത്ത് പോലും നിസ്കരിക്കാത്ത ഒരവസ്ഥ കണ്ടാൽ ആ കുട്ടിയെ ശിക്ഷിക്കണം എന്ന് പറയാൻ കാരണം എന്താ? നിങ്ങൾ അവന്റെ ജീവിതത്തിൽ ആ നമസ്കാരം ഉണ്ടായിരിക്കേണ്ട അനിവാര്യതയെക്കുറിച്ചാണ് ഇസ്ലാം പഠിപ്പിച്ചത്. തെറ്റുകളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സഹാബത്തിനോട്, സഹാബത്തെ, നിങ്ങളുടെ ഒരാളുടെ വീടിന്റെ സമീപത്ത് കൂടി ഒരു പുഴ ഒഴുകുന്നു എന്ന് വിചാരിക്കുക. ആ പുഴയിൽ അയാൾ 5 നേരം കുളിക്കുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ അയാളുടെ ദേഹത്ത് അഴുക്ക് വല്ലതും ബാക്കിയാവുമെന്നാ? പുഴ കണ്ടിട്ടില്ല സഹാബത്ത്. ഒരിക്കന്ത് പുഴ? ആ മക്കയിൽ തോട് പോലില്ല. 5 നേരം കുളിക്കാൻ പോയിട്ട് ആഴ്ചയിൽ കുളിക്കാത്ത ആൾക്കാരാ. അവർക്കാണ് ഈ 2 കാര്യം പറഞ്ഞു കൊടുത്തേ. പക്ഷെ അവർ പറഞ്ഞു, റസൂലേ, 5 നേരമൊക്കെ ഒരാൾ കുളിച്ചാൽ വല്ല അഴുക്കും അയാളുടെ ദേഹത്ത് ബാക്കി ഉണ്ടാവില്ലല്ലോ. നബി പറഞ്ഞു, എങ്കിൽ അങ്ങനെയാണ് 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. സകല പാപങ്ങളും ആ പാപങ്ങളിൽ നിന്ന് അയാൾ സുരക്ഷിതനായിരിക്കും. അപ്പൊ നമസ്കാരം കൊണ്ടുള്ള 2ാമത്തെ നേട്ടം താരങ്ങൾ അതും കൂടി പറയാ. വിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയുന്നുണ്ട്, ഖുലിഖൽ ഇൻസാന ഹലുവ ഇദാ മസ്സഹു ശർറു ജസുഅ വഇദാ മസ്സഹു ഖൈറു മനുഅ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ദായിമൂൻ. മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് വല്ലാത്ത ഒരു രൂപത്തിലാണ്. എന്തെങ്കിലും ഒരു അനിഷ്ടകരമായ കാര്യം സംഭവിച്ചാൽ അവന്റെ മനസ്സ് പെട്ടെന്ന് അസ്വസ്ഥമാകും. ആകെപ്പാടെ പിന്നെ എന്താ പറയേണ്ടേ ചെയ്യേണ്ടേ ഒന്നും അറിയില്ല. ആകെ അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി കൊണ്ടിരിക്കും. എന്തെങ്കിലും നന്മ സംഭവിച്ചാലോ അമിതമായ സന്തോഷം കൊണ്ട് അവൻ വല്ലാതെ ആഹ്ലാദിക്കും. വല്ലാത്ത പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടേ അവൻ അറിയില്ല. 2 അവസ്ഥയിലും അവന്റെ പിടുത്തം വിട്ടുപോകും. അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. ആ സൃഷ്ടിപ്പിനെ മറികടക്കാൻ മനുഷ്യന് സാധിക്കും. ആർക്ക്? ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആൾക്ക്. എങ്ങനെ നിസ്കരിക്കുക? നമസ്കാരത്തിൽ ദായിമൂൻ, കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്ക്.
വെള്ളിയാഴ്ച പള്ളിക്ക് പോകുന്ന ആൾക്കല്ല, പെരുന്നാൾ നിസ്കരിക്കുന്ന ആളല്ല, സൽക്കാരത്തിന് പോകുമ്പോൾ നിസ്കരിക്കുന്ന ആളല്ല. കൃത്യമായി 5 നേരം നമസ്കരിക്കുന്ന ഒരാൾക്ക് ചഞ്ചലമായ ഈ മാനസികാവസ്ഥയിൽ നിന്ന് അയാൾക്ക് സ്വസ്ഥമായ സമാധാനം നിറഞ്ഞ ഒരു മനസ്സ് അയാൾക്ക് കിട്ടും. എന്ത് സംഭവിച്ചാലും അത് നിസ്കാരം എന്ന് പറഞ്ഞാലേ ഒരു മനുഷ്യൻ തൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണ് നമസ്കാരം. നമ്മളിപ്പം മഗ്‌രിബ് നിസ്കരിച്ച് വരിക, നമ്മുടെ റബ്ബ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച റബ്ബിനോട് നമ്മൾ ഏറ്റവും അടുത്ത് നിന്ന സമയമാണത്. നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, ഇന്ത്യന്റെ പ്രധാനമന്ത്രിയല്ല, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി അല്ല, അമേരിക്കൻ പ്രസിഡന്റ് അല്ല, ലോകത്തിന്റെ സൃഷ്ടാവ് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറഞ്ഞു. കണ്ടോ മലക്കുകളെ, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അൽഹംദുലില്ലക്ക് റബ്ബ് മറുപടി പറഞ്ഞിട്ടുണ്ട്. അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ആ അള്ളാഹു മലക്കുകൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ നിറല്ലാത്ത കുപ്പായോ ഈ തുണിയൊക്കെ ഇട്ട് പള്ളിയിൽ നിന്ന നമ്മളെ നിസ്കാരത്തെ നമ്മുടെ റബ്ബ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചില്ലറേണ കാര്യം. എന്നിട്ട് നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അഭിമാനത്തോടു കൂടി മലക്കുകളോട് പറഞ്ഞു കൊടുത്തു അത്രേ, നോക്കിൻ എൻ്റെ അടിമയും ഞാനും തമ്മിലുള്ള ബന്ധം കാണിൻ. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? പണ്ട് മനുഷ്യന്മാരെ സൃഷ്ടിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേ ഈ മലക്കുകളൊക്കെ പറഞ്ഞു, പടച്ചോനെ എന്തിനാണ് ഈ ഫസാദ് ഉണ്ടാക്കുന്ന ആൾക്കാരെ എന്തിനാ സൃഷ്ടിക്കണേ, എന്നെ ആരാധിക്കാൻ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞപ്പോൾ അന്ന് റബ്ബ് അവരോട് പറഞ്ഞാണ്, ഇന്നീ ആയലമു മാലാത്ത ആയലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യം എനിക്കറിയാം, വേണ്ടാത്ത സംസാരിക്കേണ്ടെന്ന് അന്ന് പറഞ്ഞതാ. അതിപ്പോൾ കാണിച്ചു കൊടുക്കാൻ നോക്കി. എൻ്റെ അടിമ മലക്കളമാർക്കല്ല, മലക്കുകൾക്ക് അല്ല ഒരു പണി കൊടുത്താൽ അത് ചെയ്യാനേ അവർക്ക് കഴിയൂ, അത് ചെയ്യാതിരിക്കാൻ ഓരെ കൊണ്ട് കഴിയില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല, ചെയ്യാനും ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഈ സമയത്ത് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടാനും, അതേപോലെ തൊട്ടപ്പുറത്തുള്ള ബാറിന്റെ മുമ്പിൽ പോയി വരി നിൽക്കാനും, അതേപോലെ തൊട്ടപ്പുറത്തെ സിനിമാ ഹാളിൽ പോയി സിനിമ കണ്ടുകൊണ്ടിരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ ആ ബാറും ആ സിനിമാ ഹാളും ഒഴിവാക്കി ഈ പള്ളിയിൽ നമ്മൾ എത്തുക എന്നത് അഭിമാനകരം തന്നെയാണ്, ചില്ലറയല്ല കാര്യം. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞേ, കണ്ടോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയുന്ന, കണ്ടോ എൻ്റെ അടിമയും നമ്മളും തമ്മിലുള്ള ബന്ധം കണ്ടോ. അപ്പം നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹിനോട്, എന്താണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പം അള്ളാഹ് പറയുന്ന, എൻ്റെ അടിമ എന്താണോ ചോദിച്ചത് അത് ഞാൻ അവന് കൊടുക്കും. അപ്പം നമ്മൾ ചോദിക്കുക, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ കടങ്ങളും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ പടച്ചോനെ എൻ്റെ മാർഗം അത് തെറ്റാകരുതേ റബ്ബേ, എൻ്റെ വഴി അത് തെറ്റാകരുതേ റബ്ബേ, ശരിയായ മാർഗത്തിൽ ശരിയായ വഴിയിൽ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ എന്നെ നീ ജീവിപ്പിക്കണമേ റബ്ബേ എന്ന് റബ്ബിനോട് അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഓരോ നമസ്കാരവും നമ്മുടെ മനസ്സിൽ തട്ടിയുള്ള നമസ്കാരമാകുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് എന്ന ബോധമുണ്ടാകുമ്പോൾ തെറ്റിലേക്ക് ഇറങ്ങിപ്പോകാൻ ആ മനുഷ്യന് കഴിയില്ല. അതാണ് ഇന്ന സ്വലാത്ത തെൻഹാ അനിൽ ഫാഹിശായി മുൻകർ. മാത്രമല്ല ഏത് സമയത്തും എൻ്റെ റബ്ബുമായി ബന്ധപ്പെടുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യങ്ങളും എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് ദുരിതങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ പതറിപ്പോവേണ്ടവനല്ല. സന്തോഷങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ പതറിപ്പോകാൻ പാടില്ല. എൻ്റെ റബ്ബിൻ്റെ ജീവിതമാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന ബോധം നമസ്കരിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവുന്ന. അപ്പോൾ ഈ 2 കാര്യം ദുന്യാവിൽ നിസ്കാരം മനുഷ്യന് കൊടുക്കുന്ന നേട്ടങ്ങളാണ്. ഒന്ന്, തിന്മയിലേക്ക് പോകാതെ മനുഷ്യനെ സംരക്ഷിക്കും. രണ്ടാമത്തേത്, അസ്വസ്ഥമായ മനസ്സിന് പകരം സ്വസ്ഥമായ ഒരു മനസ്സ് നമസ്കാരം മനുഷ്യന് കൊടുക്കും എന്നർത്ഥം. മൂന്നാമത്തേത്, ഖസസുൽ അംബിയാ, പ്രവാചകന്മാരുടെ കഥകൾ, പ്രവാചകന്മാരുടെ ജീവചരിത്രങ്ങൾ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത ഗ്രന്ഥമാണ് ഖുർആൻ. ജൈവശാസ്ത്രമുണ്ട്, ഭൗതികശാസ്ത്രമുണ്ട്, ഗോളശാസ്ത്രമുണ്ട്, സമുദ്രശാസ്ത്രമുണ്ട്, പർവ്വതങ്ങളെക്കുറിച്ചുണ്ട്, ഗൈനക്കോളജി ഉണ്ട്. അങ്ങനെ ലോകത്ത് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഖുർആൻ ഏറ്റവും കൂടുതൽ ഖുർആൻ ചർച്ച ചെയ്ത വിഷയം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ചരിത്രം തന്നെയാണ്. ചരിത്രം, മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ. ചിലത് പേര് മാത്രം സൂചിപ്പിച്ചു, ചിലത് ഒരൊറ്റ ആയത്ത് കൊണ്ട് അവസാനിപ്പിച്ചു. ചില പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ജനനം മുതൽ മരണം വരെ രേഖപ്പെടുത്തി. ചില പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരൊക്കെ 60-ൽ ചില്ലാനം പ്രാവശ്യമാണ് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞേ.
അപ്പോഴൊക്കെ ആ ചരിത്രം വീണ്ടും അനുസ്മരിക്കല്ലേ? എന്തിനാണ് ഈ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ കഥ എന്തിനാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരം സൂറത്തുൽ ഹൂദിന്റെ 120-ാമത്തെ ആയത്ത്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി. പ്രവാചകന്മാരുടെ വർത്തമാനങ്ങൾ, അവരുടെ കഥകൾ നാം നിനക്ക് പറഞ്ഞു തരുന്നത് മാ നുസബ്ബിതു ബിഹി ഫുആദക, നിന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ മനസ്സ് പതറിപ്പോകുമ്പോൾ ആ മനസ്സ് പതറാതെ ആ മനസ്സിനെ നന്മയുടെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാരുടെ കഥകൾ നിനക്ക് പറഞ്ഞു തരുന്നത്. പ്രിയ സുഹൃത്തെ, 1,00,000-ലേറെ പ്രവാചകന്മാർ വന്നുപോയി. കൂട്ടത്തിൽ 25 പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചു. ചില പ്രവാചകന്മാരെ കുറിച്ച് വളരെ വിശാലമായി പറഞ്ഞു, ചില പ്രവാചകന്മാരെ കുറിച്ച് ഒരു വാക്ക് മാത്രം പറഞ്ഞു. പ്രവാചകന്മാരുടെ കഥകൾ എന്തിനാണ് ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടി നമ്മൾ കേട്ടു. നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ ഓരോ പ്രവാചകന്മാരും ഈ ലോകത്ത് അനുഭവിച്ച ത്യാഗത്തിന്റെ കഥകൾ, അവരുടെ ജീവിതം കടന്നുപോയ വഴികൾ, അവരുടെ ജീവിതത്തിന്റെ തീക്കനലുകൾ, അത് മനസ്സിലാക്കുമ്പോൾ നമ്മളൊന്നും അനുഭവിക്കുന്നത് ഒന്നുമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ ഏറ്റവും കഠിനമായ പരീക്ഷണത്തിന് ഈ ലോകത്ത് വിധേയരായവർ ആരാണ്? പ്രവാചകന്റെ മറുപടി അൽ-അംബിയാ, അൽ-അംബിയാ, പ്രവാചകന്മാരാകുന്നു. ആ പ്രവാചകന്മാർ അനുഭവിച്ചിടത്തോളം ആരും ഈ ലോകത്ത് അനുഭവിച്ചിട്ടില്ല. നാലാമത്തേത് ഞാൻ പറഞ്ഞു. നാലാമത്തേത് അദ്ദുആ, പഴച്ചു പോകാതിരിക്കാൻ, വഴികൾ മാറിപ്പോകാതിരിക്കാൻ, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മാറി മറ്റൊരു പാതയിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ അദ്ദുആ, പ്രാർത്ഥന. നമ്മുടെ മനസ്സ് അത് നമ്മുടെ 100% നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു കാര്യമല്ല. ചില ആൾക്കാരെ കണ്ട ഞങ്ങൾ ചില സീസണിൽ നല്ല ഉഷാറായിക്കാരം, നിസ്കാരം നോമ്പും സക്കാത്തൊക്കെ ആയിട്ട് നല്ല അവൾ നിറഞ്ഞു നിൽക്കും. അടുത്ത സീസണാകുമ്പോൾ പോലെ കാണാനല്ല, പോലെ ബൈക്കുണ്ടാവില്ല. എൻ്റെ ഇപ്പോൾ അതൊരു ദിവസം ഇങ്ങനെ തോന്നിയതാണ്, എന്താ അപ്പം അങ്ങനെ നിസ്കരിച്ചിട്ട് ഒന്നും കിട്ടാനല്ലോ, ഞാൻ നാളെ നിസ്കരിക്കണില്ല എന്നോ എൻ്റെ മനസ്സ് തോന്നിയത് തന്നെയാണ്, പിന്നെ ഒന്നും നിസ്കരിക്കൂല. അങ്ങനെയാണ്. അപ്പം ഈ മനസ്സ്, നമ്മുടെ മനസ്സിനെ, ആ മനസ്സിന് ഈ ഹിദായത്തിൽ നിന്ന് വഴിമാറി പോകാതിരിക്കാൻ ആ മനസ്സിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ആല ഇംറാനിലെ 8-ാമത്തെ ആയത്താണത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിനെ നീ പിഴപ്പിക്കരുതേ റബ്ബേ, ബഅദ ഇദ് ഹദൈതനാ, അതിനെ നേർമാർഗത്തിലാക്കിയതിന് ശേഷം, നേർമാർഗം ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം, ആ നേർമാർഗത്തിന്റെ വഴി ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഞങ്ങളുടെ വഴിയെ നീ പിഴപ്പിക്കരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ ഖുർആൻ കൽപ്പിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാ അല്ലേ? ഒറ്റക്ക് ഒരു സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ ഒറ്റക്ക് പൊരുതിയ ആൾ, ഒരു സമൂഹത്തിന്റെ സംസ്കാര ചുതിക്കെതിരെ, ആധാർമികമായ വിഗ്രഹാരാധനക്കെതിരെ ഒറ്റക്ക് പൊരുതിയ പട്ടാളക്കാരനാണ്. വിഗ്രഹങ്ങളെ അടിച്ചൊടിച്ച് ആ വിഗ്രഹാരാധനയുടെ പൊട്ടത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി കഠിനമായി പ്രയത്നിച്ച് അവസാനം തീക്കുണ്ടാരം വരിച്ച പ്രവാചകനാ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ, പടച്ചോനെ എന്നെ എൻ്റെ കുട്ടികളെയും വിഗ്രഹാരാധകരാകുന്നതിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. ഞാനും എൻ്റെ കുട്ടികളും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ദുരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുതേ റബ്ബേ. ആര്? വിഗ്രഹങ്ങളുടെ ലോകം കണ്ട ഏറ്റവും വലിയ വിഗ്രഹങ്ങളുടെ ശത്രു. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ എന്നെ എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹാരാധകരാകുന്നതിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. എന്തതിനർത്ഥം? നമ്മളിപ്പം ഇങ്ങനെ മുജാഹിദ് പള്ളിയിൽ എല്ലാ ആഴ്ചയും കുത്തുബക്ക് പോണേ, ക്ലാസ്സിന് പോണേ, മുജാഹിദ് മദ്രസയിലൊക്കെ പഠിച്ച നമുക്ക് സിർക്കൊന്നും സംഭവിക്കൂല, അതുകൊണ്ട് സിർക്കിൻ്റെ കാര്യം ഞങ്ങളോട് പറയണ്ട, ബാക്കിയുള്ളത് പറഞ്ഞാൽ മതി എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ടാവാം. പക്ഷെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ മനസ്സെന്ന് പറഞ്ഞ സാധനം അത് എവിടെയാണ് മാറുന്നറിയില്ല. സുജൂദിൽ കിടന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് വ ത്വാഅതിക്.
അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത്ത് ഖൽബി, എൻ്റെ ഹൃദയത്തിനെ നീ ഉറപ്പിച്ചു നിർത്തണം, അലാ ദീനിക, നിന്റെ ദീനിലും വ ത്വാഅതിക, നിനക്ക് വഴിപ്പെടുന്നതിലും എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നബി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴേ ആയിഷ ബീവിക്ക് ഒരു ഇടങ്ങേറ്. ആയിഷ ബി, എന്താ റസൂലേ ഇങ്ങളെന്നെങ്ങനെ പ്രാർത്ഥിച്ചാലോ? നിങ്ങളത്ര ഉറപ്പുള്ള ആൾ വേറെ ദുന്യാവിലില്ലല്ലോ, ഇങ്ങളെന്നെങ്ങനെ പ്രാർത്ഥിച്ചാലോ? അപ്പോ പ്രവാചകന്റെ മറുപടി നോക്ക്, യാ ആയിഷ, ഖുലൂബു ബനി ആദം കുല്ലുഹാ ബൈന അസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ. ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരുടെയും ഹൃദയം അല്ലാഹുവിന്റെ വിരൽ തുമ്പുകൾക്ക് മുകളിലാണ്. അത് ഏത് സമയത്തേക്കും അല്ലാഹു തആല മാറ്റിയേക്കാം. അതുകൊണ്ട് നീ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് തേടിക്കോ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ, സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴേ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്ക, പടച്ചോനെ തിന്മയുടെ ചൂതാട്ടങ്ങളിലേക്കാണ്, ആ ഭൂമികയിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, നിഷ്കളങ്കരായ മക്കൾ ഇറങ്ങിപ്പോണത്. പടച്ചോനെ കാക്കണം കേട്ടോ എന്നൊന്ന് പ്രാർത്ഥിച്ചോളണ്ടി. പടച്ചോനെ ഇന്ന് എൻ്റെ കുട്ടികളെയും നിസ്കരിക്കുന്നവരാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആര്? ഇബ്രാഹിം നബി. നിസ്കരിക്കണവരാക്കണേ നമ്മൾ പ്രാർത്ഥിച്ചിക്കണോ? രോഗം വരുതേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻട്രൻസിന് പരീക്ഷ പാസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നല്ല ജോലി കിട്ടാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നല്ല വരുമാനം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നല്ല ഇണയെ കിട്ടാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. രോഗം മാറാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചോ പരലോകത്തിനു വേണ്ടി? ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ചില ആൾക്കാർ പ്രാർത്ഥിക്കും, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ, പടച്ചോനെ കൊണ്ട റബ്ബേ, പക്ഷെ ചോദിക്കണതൊക്കെ ദുന്യാവിൻ്റെ കാര്യം മാത്രമാണ്. ചോദിച്ച് റബ്ബിനോട് തന്നെ ചോദിക്കണേ, അതിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെ ചോദിക്കണേ, പക്ഷെ ചോദിക്കണതൊക്കെ ദുന്യാവിൻ്റെ കാര്യം. ഫമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അങ്ങനത്തെ ആൾക്കാർക്ക് പരലോകത്തൊന്നും ഉണ്ടാവില്ല. കൊടുക്കാനുള്ളതൊക്കെ റബ്ബ് ഇവിടെ തന്നെ നമ്മൾ കൊടുക്കുകയെ. നമ്മൾ ചോദിച്ചതിലേറെ റബ്ബ് തരുന്ന. പടച്ചോനെ പച്ചരി വാങ്ങാനുള്ള ഗതി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബസുമതി അരി വാങ്ങാനുള്ള ഗതിയെ പടച്ചോൻ തന്നെ തരും, പക്ഷെ പരലോകത്തുണ്ടാവില്ല. എന്നാൽ നല്ല മനുഷ്യന്റെ പ്രാർത്ഥന ഖുർആൻ വേറെ പറയാ, റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന, അല്ലാഹുവേ ഈ ദുന്യാവിൽ ഞങ്ങൾക്ക് നല്ലത് തരണമേ, വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലും ഞങ്ങൾക്ക് നല്ലത് തരണേ. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഭാവി നന്നാവണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ആ ഭാവി ഈ ദുന്യാവിൻ്റെ ടാവട്ടത്തിൽ മാത്രമല്ല, നാളെ പരലോകത്തും എൻ്റെ കുട്ടികളെ ഭാവി, എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി നന്നാവണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള സന്മനസ് നമുക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ പ്രാർത്ഥനയാണ് അത് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കോട്ടെ. പടച്ചോനെ പിഴക്കരുതേ റബ്ബേ, എൻ്റെ പ്രവർത്തന മേഖലകളിൽ, എൻ്റെ വരുമാന മേഖലകൾ, എൻ്റെ നടപടിക്രമങ്ങൾ, എൻ്റെ ബന്ധങ്ങൾ ഒക്കെ തെറ്റുകൾ സംഭവിക്കാൻ 100% അവസരങ്ങളുള്ള മേഖലയാണ് റബ്ബേ. അള്ളാഹുവെ പിടിച്ചു നിൽക്കാൻ, പതറാതിരിക്കാൻ, കാലുകൾ വഴുതാതിരിക്കാൻ, വിശ്വാസം മലിനമാവാതിരിക്കാൻ, അതിൻ്റെ ഉറപ്പ് പോകാതിരിക്കാൻ റബ്ബേ ഈ കാക്കണം കേട്ടോ എന്ന് ജീവിതത്തിൽ എപ്പോഴും മനസ്സറിഞ്ഞ് തേടിക്കൊള്ളണ്ടി. അഞ്ചാമത്തേത് അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ, അത് ജീവിതത്തിൽ എപ്പോഴും കൂടെ കൊണ്ടുനടക്കുക അല്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിയതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറ ലഅല്ലകും തുഫ്ലിഹൂൻ. ഇസ്ലാമിൻ്റെ ഒരു മനോഹരമായ ഒരു നടപടിക്രമം എന്താ? നിങ്ങൾ ശത്രുവുമായുള്ള ഒരു ഏറ്റുമുട്ടൽ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹം വന്നെങ്കിൽ ഒന്ന് മുട്ടൈനി എന്ന് കരുതിയിട്ട് ശത്രുവിനെ നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. എന്നാൽ ശത്രുവിനെ കണ്ടാലോ, കണ്ട പിന്നെ തീരുമാനമായിട്ടേ പോകാൻ പാടുള്ളൂ, പിന്തിരിയാൻ പാടില്ല അല്ലേ? ഉറച്ചു നിൽക്കണം. അതാണ് ശത്രുവിനെ കണ്ടാൽ പിന്നെ തിരിച്ചു പോരല്. അത് സബൂൽ മൂബിഖാത്ത് പെട്ടതാ. 7 മഹാകുറ്റങ്ങൾ പറഞ്ഞില്ലേ, അതിൽപ്പെട്ടതാണ് യുദ്ധക്കളത്തിൽ നിന്ന് ഓടുന്നില്ല. അത് യുദ്ധക്കളത്തിൽ മാത്രമല്ല, ശത്രുവുമായുള്ള ഒരു ഏറ്റുമുട്ടലിൽ നമ്മൾ ഏറ്റുമുട്ടേണ്ടി വന്ന അവിടുന്ന് പിന്നെ പേടിച്ചു കാണ്ട് മെല്ലെ കണ്ട് പിന്തിരിയാന്നുള്ളത് കടുത്ത കുറ്റ ഇസ്ലാമിൽ. അത്തരം സന്ദർഭങ്ങളിൽ ശത്രുവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ എന്ത് വേണം? വദ്കുറുല്ലാഹ കസീറ, ധാരാളമായി അള്ളാഹിനെ കുറിച്ച് ഓർത്തോളി. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, ദിക്ർ, അതൊരു വല്ലാത്ത ഭാഗ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 മഹാഭാഗ്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. 3 മഹാഭാഗ്യങ്ങൾ.
ഒന്നെന്താ നിങ്ങൾ ഈ 3 മഹാഭാഗ്യങ്ങൾ ആർക്കുണ്ടോ അയാൾ മഹാഭാഗ്യവാനായി നാ. ഏതൊക്കെയാണ് 3 ഏതാ 3? ഒന്ന് മാന്യമായ ജോലി, മറ്റൊന്ന് വലിയ വരുമാനം, മറ്റൊന്ന് വലിയ ശമ്പളമൊന്നുമല്ല. എന്താ നിങ്ങൾ? ഒന്ന് ലിസാനൻ ദാക്കിറ, ദിക്ർ ചൊല്ലുന്ന ഒരു നാവ്, അള്ളാഹനെ ഓർമ്മിക്കുന്ന ഒരു നാവ്. വ ഖൽബൻ ഷാക്കിറ, നന്ദിയുള്ള ഒരു ഹൃദയം, തന്നോട് അള്ളാഹുവും ഇതര സൃഷ്ടികളും കാണിക്കുന്ന അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം. മൂന്നാമത്തേത് വ ഇംറഅത്തുൻ തുഈനുക ഫീ അംറിൽ ആഖിറ, നിന്റെ പരലോകത്തിൻ്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ പറ്റിയ ഒരു പങ്കാളി, ഒരു ഇണ. ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ. ഇത് 3 ആർക്കാണോ ദുന്യാവിൽ കിട്ടിയത് ഓൻ രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞേ. അതിൽ ഒന്നാമത്തെ എന്താ നിങ്ങൾ? ലിസാനൻ ദാക്കിറ, ദിക്ർ ചെല്ലുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന, അള്ളാഹിനെ കുറിച്ച് പറയുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ സദാ കൂടെ കൂട്ടുന്ന ദിക്ർ. അത് ജീവിതത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കും, പിഴച്ചു പോകാതെ, പതറിപ്പോകാതെ. 6ാമത്തേത് ഞാൻ ചുരുക്കി പറയട്ടെ, 8:30 മുമ്പായിട്ട് ഞാൻ അവസാനിപ്പിക്കും. 8:40 എൻ്റെ ബസ് പോകും, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കും. അപ്പോൾ ചുരുക്കി പറയാം. 6ാമത്തെ എന്താ നിങ്ങൾ? അദ്ദഅവതു ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധകരാവുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സിനിമ കാണണമെന്ന് വിചാരിച്ചാൽ കുറേയൊക്കെ നടക്കും, പോയി കാണാം. എന്നെ സംബന്ധിച്ച് ഒരു സിനിമ കാണണമെന്ന് ഞാൻ വിചാരിച്ചാൽ നടക്കാൻ കുറച്ച് സാധ്യത കമ്മിയാണ്. ഏത് സിനിമകളിൽ പോയാലും ആ മൗലവി അസ്സലാമു അലൈക്കും ടിക്കറ്റ് എടുത്തോളാം എന്ന് പറയാൻ ഒരാൾ ആ വരിൻ്റെ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലേ? അള്ളാൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ തിന്മയിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ ഒരു വലിയ കാവൽ നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാൻ ഈ എപ്പോഴും തലയിൽ തൊപ്പി വെക്കും ഒരു തബ്ലീഗ് ജമാഅത്തിൻ്റെ ആളുകളെ. ഞാൻ ഒരിക്കൽ അവരുടെ പണ്ഡിതരോട് ചോദിച്ചു, നബി എപ്പോഴെങ്കിലും തൊപ്പി? നബി ഒരിക്കലും തൊപ്പി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ തല മറക്കാൻ വേണ്ടി വാശി പിടിക്കുന്ന ആൾക്കാരൊക്കെ നബി തല മറച്ചു എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോഴും നമുക്ക് ചരിത്രത്തിൽ കാണും നബി തല മറച്ചിട്ടുണ്ട്, നബി തട്ടം കൊണ്ട് തല മറച്ചിട്ടുണ്ട്, മറക്കാത്ത സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ തൊപ്പിയിടുക എന്നുള്ള പരിപാടി അത് പ്രവാചകൻ്റെ കാലത്തില്ല. അപ്പോൾ ഞാൻ ഇവരോട് അപ്പോൾ അത് അദ്ദേഹത്തിന് അറിയാം നബി തൊപ്പിയിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ തൊപ്പിയിടുന്നത് നിങ്ങൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ പറയുക, ആ തൊപ്പി ഇങ്ങനെ തലയിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരു തെറ്റിലേക്ക് അങ്ങനെ നേരം കെട്ട് ഇറങ്ങി ചെല്ലാൻ അയാൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആ തൊപ്പിയോടെ ഫിറ്റ് ചെയ്തതാണ്. അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു പ്രബോധകനായി നമ്മൾ മാറിയാൽ ആ ദീനിന് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് നമുക്കങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ കഴിയില്ല. ഒരു തടസ്സം. ക്യാമ്പസുകളിലൊക്കെ MSMൻ്റെ അതേപോലെ ഇസ്ലാമിക സംഘടനാ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ നിരീക്ഷിച്ചാൽ അത് കാണാം. അവർ പരസ്യമായി തെറ്റുകളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത വിധം ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം അവർക്കുണ്ടായിരിക്കും. ഈ വിഷയത്തിൽ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് ആ പള്ളിയൊക്കെ ക്ലീൻ ചെയ്യാനും ഒന്ന് ബാങ്ക് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ശരിയാക്കാനൊക്കെ നമ്മളെ കുട്ടികളെ വിടുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും, ഈ പള്ളി എൻ്റെതാണ്. ഒരു പോസ്റ്റർ MSMൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിൻ്റെ പോസ്റ്റർ വരുമ്പോൾ കുറച്ച് പശയും കൊണ്ട് നമ്മുടെ മക്കളെ പറഞ്ഞേക്കാം, മക്കളെ പോയിട്ട് ആ നോട്ടീസ് ഒട്ടിച്ച് വരും എന്ന് പറയുമ്പോൾ അത് ഒട്ടിച്ച് വരുമ്പോൾ അവരുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും, ഇതെൻ്റെ ദീനാണ്. ഒരിക്കൽ ഇലക്ഷൻ പ്രവർത്തനത്തിൽ നടക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ നാട്ടിൽ അരിയാടൻ മുഹമ്മദിൻ്റെ മണ്ഡലമാണ്, രാഷ്ട്രീയത്തിലെ ചാണക്യനാണ് മൂപ്പര്. അപ്പോൾ ഓരോ വീട്ടിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു വീട്ടിലൊരാൾ ഇരിക്കുന്നുണ്ട്. അയാൾ അപ്പോൾ ഒപ്പമുള്ള ആൾക്കാർ പറഞ്ഞു, MLAയോട് പറഞ്ഞു അയാളെ വോട്ട് എന്തായാലും കിട്ടൂല. അപ്പോൾ ഇയാൾ പറഞ്ഞു അയാളെ വോട്ട് ഞാൻ വാങ്ങിയിട്ടേ പോവുള്ളൂ എന്ന് നിർബന്ധം. അപ്പം അങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്തു, അവസാനം കുറേ പറഞ്ഞു ഇയാൾ വോട്ട് ചെയ്യാനൊക്കെ, ഇയാൾ വിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ കൂടെ ഒരു 4 വീട്ടിക്ക് ഞങ്ങളുടെ കൂടെ ഇറങ്ങിത്തരണം, ഈ വീട് ഞങ്ങൾക്ക് പരിചയമില്ല, അതുകൊണ്ട് 4 വീട്ടിക്ക് എൻ്റെ കൂടെ എൻ്റെ ഒപ്പങ്ങൾ ഉണ്ടാവണം പറഞ്ഞു. അയാൾക്ക് ഇറങ്ങല്ല പറഞ്ഞ് നിവർത്തില്ലാതെ ആ 4 വീട്ടിക്ക് MLAൻ്റെ കൂടെ ഇറങ്ങിയോടുകൂടി ബാക്കിയുള്ളവരൊക്കെ ഉറപ്പിച്ചു ഇയാൾ അപ്പുറം തന്നെയാണെന്ന്. അതോടുകൂടി തന്നെ മൂപ്പരും മാനസികമായി അപ്പുറം തന്നെയായി. പിന്നീട് ദിവസങ്ങളിലൊക്കെ അയാൾ സജീവ പ്രവർത്തകനായിട്ട് ഇങ്ങനെ വരുന്നത് എല്ലാവരും ഇങ്ങനെ കാണുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു പ്രവർത്തകനായി നമ്മൾ മാറുമ്പോൾ ഞാൻ ഈ ദീനിൻ്റെ ആളാണ്, ഈ ദീനിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തനത്തിന് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പം നമ്മൾ അതിൻ്റെ പ്രവർത്തനത്തിൽ വ്യാപൃതരാവുക. എത്ര ചെറുതോ വലുതോ ആവട്ടെ, അള്ളാൻ്റെ ദീനിന് ഒരു ഹിദ്മത്ത് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടിയാൽ ആ അവസരം നമ്മൾ മുഴുവൻ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. 6ാമത്തേത്. 7ാമത്തേത് അർറിഫ്ഖത്തു സ്വാലിഹ, നല്ല കൂട്ടുകെട്ട്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോഴും കൂട്ടുകെട്ടുണ്ടാക്കുമ്പോഴും പരലോകബോധമുള്ള, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന, അമലുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നല്ല സുഹൃത്തിനെ, നല്ല സുഹൃത്തുക്കളെ ജീവിതത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗഹൃദത്തിന് മനോഹരമായ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്.
നല്ല സുഹൃത്തിൻ്റെ ഉദാഹരണം അത്തർ കച്ചവടക്കാരൻ്റെ കടയിൽ പോയി ഇരുന്നവനെ പോലെയാണെന്നാ. എന്താണ്? അത്തർ കച്ചവടക്കാരൻ്റെ കടയിൽ പോയി ഇരുന്നാൽ ഒന്നും കിട്ടിയില്ലെങ്കിലും അയാൾ ഒന്നും തന്നില്ലെങ്കിലും എഴുന്നേറ്റ് പോരുമ്പോൾ ഒരു വാസന ഉണ്ടാവും, നല്ല വാസന. നല്ല കൂട്ടുകെട്ടിൻ്റെ ഉദാഹരണം അത്തർ കച്ചവടക്കാരൻ്റെ കടയിൽ പോയി ഇരുന്നവനെ പോലെയാണ്. ചീത്ത കൂട്ടുകെട്ടിന് പ്രവാചകൻ പറഞ്ഞ ഉദാഹരണം കൊല്ലൻ്റെ ആലയിൽ പോയി ഇരുന്ന പോലെയാണ്. അതിൻ്റെ അർത്ഥം കൊല്ലം മോശമാണെന്നോ കൊല്ലൻ്റെ പണി മോശമാണെന്നോ കൊല്ലൻ്റെ ആല മോശമാണെന്നോ അല്ല. ഇത് ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാ. കൊല്ലൻ്റെ ആലയിൽ പോയി ഇരുന്നവനെ പോലെയാണ്. ഒന്നും ഉണ്ടായില്ലെങ്കിലും ഇറങ്ങിപ്പോരുമ്പോൾ ചിലപ്പോൾ കാണാം ഒരു തീപ്പൊരി പാറിയിട്ടേ ഡ്രസ്സിനെ കോട്ടയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പുകൻ്റെ വൃത്തികെട്ട ഒരു ഗന്ധം ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നല്ല കൂട്ടുകെട്ട് പരലോകത്തെ ബോധ്യപ്പെടുത്തുന്ന, പരലോകത്തിനെ ഓർമ്മിപ്പിക്കുന്ന, നല്ല കാര്യങ്ങൾ പറയുന്ന, നമസ്കാരം പാഴാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന, ദീനിൻ്റെ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്ന നല്ല ഒരു സുഹൃത്തിനെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ അരിഫ്ഖത്തു സ്വാലിഹ, നല്ല കൂട്ടുകെട്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റേ നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും തിന്മയിലേക്ക് കൊണ്ടുപോകാനേ സൗഹൃദത്തിന് കഴിയും. ചില ബന്ധങ്ങൾ, ചില സ്നേഹങ്ങളൊക്കെ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് അവൻ്റെ പിന്നാലെ നടന്നു പോകുന്ന ദുരവസ്ഥയുണ്ടാവും. സാധാരണ പറയാറുണ്ട്, സ്നേഹത്തിനും പ്രേമത്തിനൊന്നും കണ്ണില്ല, പിന്നെ എന്താ ചെയ്യാന്നറിയില്ല. അപ്പോൾ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ കണ്ടെത്തുമ്പോൾ ഭൗതികമായ താല്പര്യങ്ങളെക്കാളേറെ പാരത്രിക മോഹത്തോടുകൂടി നല്ല സൗഹൃദം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ശ്രമിക്കുക. അതിനുവേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങൾ. ഇതിൻ്റെ ബാക്കിയായി ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമസ്കാരം, വിശുദ്ധ ഖുർആൻ, പ്രാർത്ഥന, ദിക്റുകൾ, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യൽ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പതിവാക്കുമ്പോൾ നിയന്ത്രണം തെറ്റി തിന്മയുടെ പാതാളത്തിലേക്ക് വീണു പോകാതിരിക്കാൻ അത് നമുക്ക് ജീവിതത്തിൽ വലിയ കാവലാകും. വിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ കൺമുമ്പിൽ എത്തി നിൽക്കുകയാണ്. മാനസികമായും ശാരീരികമായും അതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തെളിഞ്ഞ പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവേ എന്നെ കൈവിടരുതേ, നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു ഇടമുണ്ടാകണമേ എന്ന മനസ്സറിഞ്ഞ പ്രാർത്ഥനയോടുകൂടി അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി ജീവിക്കുവാൻ നമ്മൾ തയ്യാറെടുക്കുക. അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്തു വെക്കുക. പ്രാർത്ഥനകൾ ഏത് സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഈമാനും ഇഖ്ലാസും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. തിന്മയുടെ കുത്തൊഴുക്കുള്ള ഈ ലോകത്ത് ആ തിന്മയുടെ മാർഗത്തിലേക്ക് ഒലിച്ചു പോകാതെ നന്മയുടെ മാർഗത്തിൽ പിടിച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നന്മകളെ അള്ളാഹു താല സ്വാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. സംഭവിച്ചു പോകുന്ന തെറ്റുകളെ അള്ളാഹു താല പുറത്ത് മാപ്പ് നൽകി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൻ്റെ വസന്തമാക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നമസ്കാരത്തിന് ഏതവസ്ഥയിലും ആ നമസ്കാരത്തിനെ കൂടെ കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. വിശുദ്ധമായ റമദാൻ മാസം വരുന്നുണ്ട്. നിങ്ങളുടെ സക്കാത്തുകളും സദഖകളും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ചുങ്കത്രയിലെ നജാത്തുൽ അനാമിനെ മറക്കരുത് എന്ന ഒരൊറ്റ ഓർമ്മപ്പെടുത്തൽ കൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.